ഇത് കുഴിവെട്ടുകാരൻ കുമാരൻ. വടക്കേക്കരയിലെ രാമൻകുട്ടിയുടെ കടത്തിണ്ണയിലാണ് വാസം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. പ്രധാന ജോലി കുഴിവെട്ടാണെങ്കിലും ഏതു പണിയും ചെയ്യും. നല്ല ശുദ്ധ സ്വഭാവക്കാരനാണ്. ഒരിക്കൽ കുഴിവെട്ടാൻ ആളില്ലാതെ വന്നപ്പോൾ പള്ളിയിലച്ചൻ കുമാരനോട് ചോദിച്ചു. അന്നു മുതൽ ഒഫീഷ്യൽ കുഴിവെട്ടുകാരനായി. എന്നും രാവിലെ അമ്പലക്കുളത്തിൽ പോയി നന്നായി മുങ്ങിക്കുളിക്കും. അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറി തൊഴുതിട്ടേ അടുത്ത പണിയുള്ളൂ. മതമേതാന്ന് ചോദിച്ചാൽ അതൊന്നും നോട്ടമില്ല. എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കും. ഈ താമരപ്പൂ എന്തിനാണെന്നറിയാമോ? അണിവാകച്ചാർത്തിന് തിരുനട തുറന്നപ്പോൾ മമ മുന്നിലൊരു തങ്ക സൂര്യോദയം. വടക്കേക്കരയിൽ അച്ചാമ്മച്ചേടതിയാണ് എന്നും ചോറ് കൊടുക്കുന്നത്. അതുകൊണ്ട് അച്ചാമ്മച്ചേടതിക്ക് എന്തു സഹായം ചെയ്യും. ജീവിതമാർഗം കുഴിവെട്ടാണെങ്കിലും ആരെങ്കിലും മരിക്കുന്നത് വലിയ വിഷമമാണ്. അതുകൊണ്ട് ഒരിക്കലും ആരുടെയും അടക്ക് കൂടാറില്ല. പക്ഷേ അടക്ക് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കും. തിരുമേനി കൈ തൊഴും ശുഭമുഹൂർത്തം. കടയുടെ അയൽപക്കത്തെ വീട്ടിലെ അല്ലു എന്ന കുട്ടിയാണ് ഏറ്റവും വലിയ കൂട്ടുകാരൻ. കുഴിവെട്ടി പൈസ കിട്ടിയാൽ ആദ്യം തന്നെ അല്ലുവിനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കും. കുമാരേട്ടാ, ഞാനൊന്ന് ലേറ്റായേ. പിന്നെ ഇന്നലത്തെ ബിസ്ക്കറ്റ് സൂപ്പർ ആയിരുന്നേ. ദേ അല്ലു, അവിടെ നിന്നേ. ഞാനിന്നൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണടച്ചേ. ഇനി കണ്ണു തുറന്നേ. ഹായ്, നല്ല പൂവാണല്ലോ. താങ്ക് യു കുമാരേട്ടാ. അയ്യോ, ഭഗവാനെ, രാവിലെ ദുശകരമാണല്ലോ. സാരമില്ല, ഞാൻ നാളെ രാവിലെ വേറെ പൂ പറിച്ചു തരാം. കൊച്ചു സ്കൂളിൽ പോയട്ടെ. എന്തുപറ്റി കുമാരേട്ടോ? ഒന്നുമില്ല രാമ. ഇന്ന് കുഴിവെട്ടൊന്നും ഇല്ലേ? ഇന്നലെ അല്ലായിരുന്നോ കൊച്ചോസിയപ്പേട്ടൻ്റെ അടക്ക്? എത്ര നല്ല മനുഷ്യരാ മരിക്കുന്നേ. ഇന്നലെ അല്ലേ അല്ലുവിന് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തത്? ഞാനങ്ങ് മറന്നുപോയി. അല്ല കുമാരേട്ടാ, കല്യാണമൊക്കെ ഒന്ന് കഴിക്കണ്ടേ? വീടും കൂടും കൂട്ടാരും ഇല്ലാത്ത എനിക്ക് എവിടുന്ന് പെണ്ണ് കിട്ടാനാ രാമൻകുട്ടി? അതൊന്നും അല്ല കുമാരേട്ടാ. കുമാരേട്ട മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. അയ്യോ, എനിക്കേ അച്ചാമ്മച്ചേട്ടത്തിക്ക് മാങ്ങ പറിച്ചു കൊടുക്കണം. 2-3 ദിവസമായി ചേട്ടത്തി പറഞ്ഞിട്ട്. അതെങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ മരിക്കുകയല്ലേ? മാങ്ങായ്ക്കൊക്കെ ഇപ്പം എന്നാ വില? എന്നും വയറു നിറയെ ചോറ് തരുന്ന അമ്മച്ചിയല്ലേ. ഞാൻ പോയിട്ട് വരാം. കുമാരേട്ടേ, അച്ഛൻ വിളിക്കുന്നു. വേഗം വാ, കുഴിവെട്ടാനുണ്ട്. അർജന്റാ, വേഗം വാ. കേറിക്കോ. ഇന്നും മുടങ്ങി. ഞാനിനി ചേട്ടത്തിയോട് എന്നാ പറയും? ഓക്കെ അച്ഛാ. ഇത് കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ശരി അച്ഛാ, താങ്ക്സ്. ഓക്കെ. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുമാര, നമ്മുടെ ചെമ്പോട്ടിലെ അച്ചാമ്മച്ചേടത്തി കഴിഞ്ഞ രാത്രി മരിച്ചെന്ന്. അറ്റാക്കായിരുന്നു. ഭഗവാനെ, അച്ചാമ്മച്ചേടത്തിയോ? കാലത്തെ ദുശകനം ശാദിച്ചല്ലോ അച്ഛാ. ബോഡി വെച്ചോണ്ടിരിക്കാൻ പറ്റൂല എന്ന്. വേഗം കുഴിയെടുക്കണം കേട്ടോ. എൻ്റെ അച്ചു, എന്നെ കൊണ്ട് പറ്റില്ല അച്ചു. ചോറ് തന്ന് ഈ ശരീരം ഇത്രമാത്രം വളർത്തിയ അച്ചാമ്മ ചേട്ടത്തിക്ക് കുഴി വെട്ടാൻ മാത്രം എനിക്ക് ശക്തിയില്ല അച്ചോ. വിറയ്ക്കുന്നു, വയ്യച്ചോ. എനിക്കെല്ലാം അറിയാം കുമാര. അച്ചാമ്മച്ചേടത്തേക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ നല്ല കാര്യമല്ലേ ഇത്? കുമാരൻ തന്നെ ചെയ്യണം കേട്ടോ.
ബിസ്ക്കറ്റ്. അല്ലുകുട്ടാ ഇന്ന് ബിസ്ക്കറ്റ് ഇല്ല. അതെന്നാ കുമാരേട്ടാ? ഇന്ന് അടുക്കുണ്ടായിരുന്നു നമ്മ പറയുന്ന കേട്ടല്ലോ. ഇന്നത്തെ കുഴിക്ക് കുമാരേട്ടൻ പൈസ വാങ്ങിയില്ല. നാളെ ഞാൻ വാങ്ങിത്തരാം. ഇന്ന് കുമാരേട്ടന് സുഖമില്ലാഞ്ഞിട്ടാ. ഓക്കെ കുമാരേട്ടാ, ബൈ. കുമാരേട്ടോ, ഹോയ്. ഭഗവാനെ, ഇന്നും ദുശകനോ? എന്താ കുമാരേട്ടാ, ഇനി അന്ധവിശ്വാസം ഒന്നും പാടില്ല കേട്ടോ. വേഗം വാ, ദേ അച്ഛൻ വിളിക്കുന്നു. ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. വിഷം തിണ്ടിയെന്നാ പറഞ്ഞത്. അല്ലു എന്ന് മറ്റോ പേര്. അല്ലു, ഭഗവാനെ, എന്തൊരു പരീക്ഷണോ ഇത്. അല്ലു, എന്റെ അല്ലു. അല്ലുകുട്ട, എന്റെ അല്ലുകുട്ട. ഈ പണി അത്ര എളുപ്പമൊന്നുമല്ല. എന്നും പണിയല്ലേ. രാവിലെ ഇറങ്ങിയാൽ ഏതെങ്കിലും സമയത്താ തിരിച്ചെത്തും. പിന്നെ ശമ്പളമുള്ള ജോലിയൊന്നും അല്ലല്ലോ. എന്താ കുമാരേട്ടൻ ഇന്ന് പതിവില്ലാതെ എഴുന്നേറ്റിട്ടില്ലല്ലോ? അതറിയില്ലേ, ഇയാളൊരു പാവത്താനല്ലേ. ഇന്നലെ ആ കുട്ടി മരിച്ചതിൽ പിന്നെ ഭയങ്കര വിഷമത്തിലാ. കുഴിമാടത്തിൽ കിടന്ന് രാത്രി മുഴുവൻ കരച്ചിലായിരുന്നത്ര. കരച്ചിൽ കേട്ട് വികാരിയച്ഛൻ എഴുന്നേപ്പിച്ചു വിട്ടതാ. പണ്ടൊക്കെ മുതിർന്നവരായിരുന്നു കൈക്കാരന്മാർ, ഇപ്പൊ ഒക്കെ ചെറുപ്പക്കാരാ. ഇത് പിന്നെ ഒരു സേവനമല്ലേ. പള്ളിക്കൈക്കാരനെന്ന് വെച്ചാൽ അങ്ങനെയാ, സ്വന്തം വീട്ടിലെ പണി പോലെ നോക്കണ്ടേ. രാമേട്ടാ, ഇപ്പൊ 2 മതി കേട്ടോ. പള്ളിയുടെ കണക്കിൽ എഴുതിയേക്ക്. ശരി, വരട്ടെ രാമേട്ടാ.
കുമാരേട്ടാ, ദേ നോക്കിക്കേ, പത്രത്തിൽ അല്ലുവിന്റെ ഫോട്ടോ. ഞങ്ങളുടെ പ്രിയ മകൻ അല്ലു അകാലത്തിൽ നിര്യാതനായ വിവരം വ്യസന സമേതം അറിയിച്ചുകൊള്ളുന്നു. കുമാരേട്ടാ, കുമാരേട്ടാ, ഇതെന്തൊരു ഉറക്കമാ, ഒന്ന് എഴുന്നേറ്റേ. ഇതെന്നാ പറ്റി? സാധാരണ ഈ സമയത്ത് കുളിയും കഴിഞ്ഞെങ്കിൽ വരുന്നതാണല്ലോ. കുമാരേട്ടാ, കുമാരേട്ടാ, ഭഗവാനെ, എന്താ ഈ കാണുന്നേ? കുമാരേട്ടാ, കുമാരേട്ടാ.